ഇണക്കിളിക്കുട്ടം ഭാഗം 16. കരഞ്ഞോ? എത്ര കരഞ്ഞിട്ടും ഒരു കാര്യമില്ല. നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരാൻ പോകുന്നില്ല. അവൻ ഉറക്കെ പറഞ്ഞതും വാതിൽ തകർത്ത് അനന്തവും വരുന്നും അകത്തേക്ക് വന്നു. അവരെ കണ്ടതും രാജു ഒന്ന് പകച്ചു. അഞ്ജുവിന് ശ്വാസം നേരെ വീണു. അനന്തേട്ടാ കരഞ്ഞുകൊണ്ട് അവനെ നേരെ ഓടിച്ചെന്നു. അവൻ അവളെ നെയ്യ് ചേർത്ത് പിടിച്ചു. പിന്നെ എരിയുന്ന കണ്ണുകളോടെ രാജുവിനെ നോക്കി. അവൻ്റെ മുഖം കോപം കൊണ്ട് ചുടിച്ച്. നീ പുറത്തേക്ക് ചെല്ല്, അനന്ത് പറഞ്ഞു. രാജുവിനെ ഒന്ന് നോക്കിയ ശേഷം അവൾ പുറത്തേക്ക് നടന്നു. അവിടെ വീണി നിൽപ്പുണ്ടായിരുന്നു. അനന്ത് ദേഷ്യത്തോടെ അവനെ നോക്കി. ഡാ, കളിച്ച് നീ എൻ്റെ പെങ്ങളോടായല്ലേ കളി അല്ലേ? അതേടാ, എന്തു ചെയ്യുന്നീ? അനന്ത് ദേഷ്യത്തോടെ അവനെ ആഞ്ഞു ചവിട്ടി. അവൻ നിലത്ത് ചെന്ന് വീണു. അവൻ ചാടി എഴുന്നേറ്റ് അനന്തിനെ അടിച്ചു. വരുൺ അവനെ തടഞ്ഞു. പിന്നെ അവിടെ ഘോരമായ ഒരു സംഘടന തന്നെ അരങ്ങേറി. അവസാനം അടികൊണ്ട് രാജു താഴെ വീണു. അനന്തു അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇനി മീരിൽ ഇതുപോലുള്ള തോന്നിയാസം കാണിച്ചാൽ കൊന്നുകളയും ഞാൻ, പാടാ. അതും പറഞ്ഞ് അനന്ത് തിരിഞ്ഞു നടന്നു. ഒപ്പം വരണം. സമയം സന്ധ്യയായി. എന്നിട്ടും വിളക്ക് വയ്ക്കാനുള്ള ഒരുക്കങ്ങളൊന്നും കാണാഞ്ഞ് സുധ ഉമ്മറത്തേക്ക് വന്നു. അവിടെ തൂണും ചാരിയിരുന്ന് എന്തോ ആലോചനയിലായിരുന്നു അനു. സുധിയുടെ പിടിക്കേട്ട് അവൾ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എന്താ അമ്മ? അവൾ ചോദിച്ചു. എന്താണോ ഇത്? വിളക്ക് വയ്ക്കാനുള്ള സമയം, എന്നിട്ട് നീ എന്താ ത്രിസന്ധ്യയ്ക്ക് ഉമ്മറത്ത് വന്നിരുന്ന് സ്വപ്നം കാണുകയാണോ? സുധ ചോദിച്ചു. അവൻ അപ്പോഴാണ് സമയം നോക്കിയത്. അയ്യോ, സമയം ഇത്രയായോ? അവൾ വേഗം അകത്തേക്ക് ഓടി. പൂജാമുറിയിൽ ചെന്നു വിളക്ക് തിരിയിട്ട് എണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിച്ച് തൊഴുത് പുറത്തേക്ക് തിരിഞ്ഞു നടക്കവേ പെട്ടെന്ന് കാല് തടഞ്ഞ് വീണു. അവളുടെ ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. അയ്യോ, എന്താ മോളെ, എന്തു പറ്റി? സീതയും വിനയനും അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ മോളെ ഇത്? നടക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ? നീലകണ്ഠ ചോദിച്ചു. ഒന്നുമില്ല, പടിയിൽ കാല് തടഞ്ഞ് വീണതാ. അവൾ പതിയെ നടന്ന് കസേരയിലിരുന്നു. അല്ലാതെ ഈ പെണ്ണിന് കുറച്ച് ദിവസമായി എന്താണെന്നറിയില്ല. ഇവിടൊന്നും അല്ല, മനസ്സെവിടെയോ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ. സുധ പറഞ്ഞു. മതി സുധ പറഞ്ഞത്. മോള് കുറച്ച് സമയം മുറിയിൽ ചെന്നിരുന്നു, വിനയം പറഞ്ഞു. ശിഖ, നീ അവളെ മുറിയിൽ കൊണ്ടുവിട്, നകുലൻ പറഞ്ഞു. വേണ്ട, ഞാൻ പോയിക്കോളാം. അതും പറഞ്ഞ് അവൾ തൻ്റെ മുറിയിലേക്ക് പോയി കട്ടിലിൽ ചെന്നിരുന്നു. എന്താ ഇത്? കുറച്ച് നേരമായി മനസ്സ് വല്ലാതെ പേടിക്കുന്നു. ആർക്കും എന്തോ ആപത്ത് പിണഞ്ഞതുപോലെ. ഇനി അനന്തവീടിന് എന്തെങ്കിലും? അവളൊന്ന് ഞെട്ടി. പിന്നെ പതിയെ എഴുന്നേറ്റ് വരുണിൻ്റെ മുറിയിലേക്ക് ചെന്നു. കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് വരുൺ മുറിയിലേക്ക് വന്നു. നീയോ? എന്താണോ? പതിവില്ലാതെ അവളെ കണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ വരുണിന് ഇന്ന് കണ്ടതില്ലല്ലോ, അതുകൊണ്ട് വന്നതാ, അവൾ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. വരുൺ ചിരിച്ചുകൊണ്ട് ടവൽ കട്ടിലേക്ക് ഇട്ടു. അനന്തവീടിനെയും വീണിയൊക്കെ എങ്ങനെയുണ്ട്? കുറേയായി അവരൊക്കെ കണ്ടിട്ട്, അവൻ ചോദിച്ചു. അവർക്കെന്ത്, സുഖം തന്നെ, മുടി ചീകിക്കൊണ്ട് വരുൺ പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ ഫോൺ അടിച്ചു. അവൻ ഫോൺ എടുത്ത് നോക്കി. വീണിയുടെ നമ്പർ. വീണിയാണല്ലോ, ഇതെന്താ ഈ സമയത്ത്? അവൻ പറഞ്ഞു. അവനൊന്ന് ഞെട്ടി. അവൻ ഫോൺ എടുത്തു. ഹലോ വീണി. ഹലോ വരുണേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു. എന്താ വീണി, എന്തു പറ്റി? അവൻ പരിഭ്രമത്തോട് ചോദിച്ചു. വരുണേട്ടാ, അത് അനന്തവീടിനെ ആക്സിഡൻ്റ് സീരിയസ് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. വീണി പറഞ്ഞത് കേട്ട് അവൻ ഞെട്ടി. എന്ത്? അനന്തവീട് ആക്സിഡൻറ്റോ? വരുൺ പറഞ്ഞത് കേട്ട് അനു ആകെ തരിച്ചു നിന്നുപോയി. ഉടനെ ഓ നെഗറ്റീവ് ബ്ലഡ് വേണമെന്നാണ് പറയുന്നത്. എനിക്കൊരു പത, ഞാൻ ഉടനെ വരാം. വരുൺ ഫോൺ കട്ട് ചെയ്ത്. എന്താ പറഞ്ഞേട്ടാ, അനന്തവീടിന് എന്താ പറ്റി? അത് അവനൊരു ആക്സിഡൻറ്റ് പറ്റി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഈശ്വര, എന്നിട്ട് ഉടനെ ബ്ലഡ് വേണമെന്നാണ് പറഞ്ഞത്. ഞാനിന്ന് പോയിട്ട് വരാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. ഈശ്വര, എൻ്റെ അനന്തവീടിനൊന്നും വരുത്തല്ലേ, എന്നെ മരമുറുക്കി പറഞ്ഞു. വരുൺ ഉടനെ തന്നെ ആശുപത്രിയിലെത്തി. അവൾ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായെങ്കിലും വീട്ടുകാർ അതിനെ സമ്മതിച്ചില്ല. വിവരം അറിഞ്ഞ് ഡോക്ടർ ശോഭിച്ചു.
നിങ്ങളുടെ കുടുംബ വഴക്കൊക്കെ ഈ ആശുപത്രിക്ക് പുറത്ത് മതി. ഇവിടെ പേഷ്യൻറ്റിൻ്റെ ജീവനാണ് പ്രധാനം. താൻ ചെന്ന് ബ്ലഡ് കൊടുത്തോളൂ, ഡോക്ടർ ദേഷ്യത്തോട് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ചെന്ന് അനന്തുവിന് ബ്ലഡ് കൊടുത്തു. അവൻ കണ്ണു തുറക്കുന്നത് വരെ വരുൺ ആശുപത്രിയിൽ തന്നെ നിന്നു. ബോധം തെളിഞ്ഞ് അവൻ വരുണിനെ അന്വേഷിച്ചു. അവനെ കണ്ടതും അനന്തുവിന് സന്തോഷമായി. പക്ഷേ ഇതൊന്നും ഭദ്രനോ ഹരിക്കോ ഇഷ്ടമായില്ല. അനന്തുവിനെ കാണണമെന്ന് തോന്നി. ഒരു ദിവസം വരുൺ പുറത്തു പോകാനൊരുങ്ങവേ അനു ഓടി വന്നു. വരുണിട്ടാ, ആശുപത്രിയിലേക്കാണോ? അനു ചോദിച്ചു. ആ, എന്നാൽ ഞാനും കൂടി വന്നോട്ടെ, അനന്തുവിനൊന്ന് കാണാൻ, അവൾ ചോദിച്ചു. വരുൺ അവളെ നിന്ന് നോക്കി. അല്ല, അമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ ആശുപത്രിയിലൊക്കെ നിന്നതല്ലേ, ഒന്ന് ചെന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ, അവൾ പറഞ്ഞു. പക്ഷേ ഇപ്പം അവിടെ ആരോ ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല. ഹരിയെങ്കിലോ ഭദ്രനെങ്കിലോ അവിടെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അവളുടെ മുഖം വാടി. ഏതായാലും ഞാൻ ഒന്ന് വീണി വിളിക്കട്ടെ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ച് വിളിച്ച് ചോദിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. വരുൺ ഫോണിലെടുത്ത് വീണിയെ വിളിച്ചു. അവൻ ആകാംക്ഷയോടെ അവനെ നോക്കി. അവൻ വിവരങ്ങൾ തിരക്കിയ ശേഷം സന്തോഷത്തോടെ ഫോൺ വെച്ചു. എന്താ പറഞ്ഞിട്ട് അവൾ പറഞ്ഞത്? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ആശുപത്രിയിൽ തങ്കാൻ്റെയും വീണിയുമാണ് ഉള്ളത്, ഏതായാലും നീ വാ. വരുൺ വണ്ടിയിൽ കയറി. അവൻ്റെ സന്തോഷത്തോടെ ഒപ്പം കയറി. ഒരു പാക്കറ്റിൽ ആപ്പിളും മുന്തിരിയും ഓറഞ്ചുമൊക്കെ ആയാണ് അനു വരുണിനൊപ്പം ചെന്നത്. റൂം നമ്പർ 101 കയറിയതും അനുവിൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. കയ്യിലും തലയിലും കെട്ടുമായി കിടക്കുന്ന അനന്തുവിനെ കണ്ട് അവളുടെ ഹൃദയം നുറുങ്ങി. അവളെ കണ്ടതും അവനൊന്ന് പകച്ചു. കരഞ്ഞു പോകാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അല്ല, ഇതാരൊക്കെയാ? രണ്ടാളും വാ. അവരെ കണ്ട് തങ്ക സന്തോഷത്തോടെ ക്ഷണിച്ചു. വരുണിനൊപ്പം അനുവിനെ കണ്ടതും വീണയുടെ മുഖത്ത് ചിരി മാഞ്ഞു. അനു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? അമ്മയ്ക്കൊക്കെ സുഖമല്ലേ? തങ്ക ചോദിച്ചു. ആ അതെ, അനന്തേട്ടനെ കാണാൻ വരണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ യാത്ര ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അനു പാക്കറ്റുകൾ അവർക്ക് നൽകി. എന്തിനു മോളെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്? ഒരു രോഗിയെ കാണാൻ വരുമ്പോൾ എങ്ങനെയാണ് വെറും കയ്യോടെ വരിക? ആൻറ്റി ഇത് വാങ്ങ്. തങ്ക അത് വാങ്ങി മേശമേൽ വെച്ചു. അനു അനന്തുവിനെ നോക്കി. ആ കണ്ണുകൾ തുടിക്കുന്നത് അവൻ അറിഞ്ഞു. അവൻ വേഗം നോട്ടം തിരിച്ചു. ആ, നിങ്ങൾ രണ്ടുപേരും ഇരിക്കുക, ഞാൻ ക്യാൻറ്റീനിൽ ചെന്ന് ചായ വാങ്ങിച്ചുകൊണ്ട് വരാം, തങ്ക പറഞ്ഞു. അയ്യോ ആൻറ്റി, ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട. അല്ലെങ്കിൽ ആര് നിനക്ക് ചായ വാങ്ങിത്തരുന്നു? ഇത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അനന്ത പറഞ്ഞു. മിണ്ടാതിരിയടാ, തങ്ക മകനെ ശാസിച്ചു. അപ്പം നിങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? ഇല്ല മോനെ, ഹരിയിടം വരാമെന്ന് പറഞ്ഞതാ. ഇപ്പോൾ വിളിച്ചിട്ട് പറയാം എന്തോ തിരക്കുണ്ട്, ഇപ്പോൾ വരാൻ പറ്റില്ലെന്ന്. ഭക്ഷണം ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചു എന്ന്. എങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ പറയായിരുന്നില്ലേ, ഞാൻ വാങ്ങുമായിരുന്നില്ലേ? ഏതായാലും ആൻറ്റി ക്യാൻറ്റീനിലൊന്നും പോണ്ട, ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം. അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിലെ ഫ്ലാസ്ക് വാങ്ങാനൊരുക്കി. അയ്യോ, അത് വേണ്ട മോനെ. എന്തേ വേണ്ടാത്തത്? ഞാനും ആന്തിനെ പോലെ തന്നെയല്ലേ, തങ്ക പുഞ്ചിരിച്ചു. വരുൺ ഫ്ലാസ്ക് വാങ്ങി. വരുന്നേട്ടാ, ഞാനും വരാം, അതും പറഞ്ഞ് വീണിയും അവനോടൊപ്പം നടന്നു. തങ്കം തിരിഞ്ഞ് അനുവിനെ നോക്കി. ഓരോന്ന് സംസാരിച്ചിരിക്കവേ സിസ്റ്റർ മുറിയിലേക്ക് വന്നു. അനന്തുവിൻ്റെ റിപ്പോർട്ട് സൈഡിൽ ചെല്ലാൻ ഡോക്ടർ പറഞ്ഞു. ശരി സിസ്റ്റർ. തങ്കം അലമാരയിൽ നിന്ന് റിപ്പോർട്ട് എടുത്ത്. മോൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ഞാനിത് കൊടുത്തിട്ട് വേഗം വരാം. ശരി ആൻറ്റി. തങ്കം പോയതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനന്തുവിൻ്റെ മാറിലേക്ക് വീണു. അനന്തു ഒന്ന് പക്കിച്ചു. അനു, എന്തേത്? കരയാതെടി, എനിക്കൊന്നുമില്ല, അനന്ത് പറഞ്ഞു. അവൾ പതിയെ മുഖമുയർത്തി നോക്കി. ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നോ? എനിക്കറിയില്ല നിന്റെ മനസ്സ്. നിന്നെ കാണും ഞാനും ഒരുപാട് കൊതിച്ചിരുന്നു. നീ വന്നല്ലോ, സന്തോഷമായി എനിക്ക്, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേഗം ആ കണ്ണൊക്കെ തുടച്ച് വരുണ അമ്മയും ഇപ്പോൾ കയറി വരും. അവന് കണ്ണും മുഖമൊക്കെ തുടച്ച്. ഞാനൊരു കാര്യം മറന്നു, അമ്മ അനുദേവന് തരാൻ വേണ്ടി ഉണ്ണിയപ്പം തന്നയച്ചിരുന്നു. നേരോ എന്നിട്ട് ഇവിടെ? അവൾ തൻ്റെ ബാഗിൽ നിന്ന് ഒരു പൊതിയെടുത്ത് അവനത് വാങ്ങി ഒരെണ്ണെടുത്ത് കഴിച്ചു. സൂപ്പർ. അനു അത് കേട്ട് ചിരിച്ചു. അധികം കഴിക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞത്, മാത്രം തിന്നാൽ പിന്നെ വിശപ്പ് കെട്ടുപോകും, ഇത് പിന്നെ കഴിച്ചാൽ മതി. അവളത് പഴങ്ങളുടെ കൂടെ വെച്ചു. പിന്നെ തിരിഞ്ഞ് അവൻ്റെ അരികിൽ വന്നിരുന്നു. അല്ല, എങ്ങനെയുണ്ട് ഇവിടുത്തെ സഹവാസം? ബോറ്.
ഈ ഒറ്റമുറിയിൽ ഇങ്ങനെ തുണ്ടു പിടിച്ച് കിടക്കുമ്പോഴേ ഇല്ലാത്ത സുഖമായിട്ട് വരും. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതിയെന്നാണ് എനിക്ക്. ഇനിയെങ്കിലും ബൈക്ക് ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലേ ഇങ്ങനെയൊക്കെ വരും. അല്ലെങ്കിൽ എങ്ങനെയാണ് മാനത്ത് നോക്കിയില്ല വണ്ടി ഓടിക്കുന്നത്? അവൻ അല്പം ശാസനയോട് പറഞ്ഞു. ആനന്ദം ഒന്ന് നിശ്വസിച്ചു. സത്യത്തിൽ ഇതങ്ങനെ വന്നതാ ഒന്നല്ല. അനൊന്ന് അമ്പരിക്കുന്നു. പിന്നെ വണ്ടി വരുന്നത് കണ്ട് ഞാൻ പിടിച്ചതായിരുന്നു. പക്ഷേ നമ്മളെ ഉന്നം വെച്ച് വന്നവർ ഏതായാലും ആ ലക്ഷ്യം നേടിയെടുത്തല്ലേ അടങ്ങും. അനു ആകെ പകച്ചു. അനന്തരം പറഞ്ഞു വരുന്നത് ഇതാരും മനഃപൂർവ്വം ചെയ്തതാണെന്നാണോ? അനു ഞെട്ടി. ഞാൻ കണ്ടതാണ്. ആദ്യത്തെ ഇടിയിൽ തന്നെ ഞാൻ തിരിച്ച് റോഡിലേക്ക് വീണു. ആ ഡ്രൈവർ എന്നെ നോക്കി റിവേഴ്സ് എടുത്ത് വീണിടിക്കാനേ വന്നതാ. ഞാൻ പക്ഷേ ഇവിടുന്ന് ഓരത്തേക്ക് മാറിക്കളഞ്ഞു. അപ്പോഴേക്കും വേറെ 2-3 വണ്ടികൾ വന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിലിപ്പോൾ ഞാനുണ്ടാവുമായിരുന്നില്ല. അനു ആകെ തരിച്ചു നിന്നു. നേരാണോ ഇതൊക്കെ? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. അതെ, ഞാൻ കണ്ടതാ. അപ്പുറത്ത് നിന്ന് വണ്ടി വരുന്നത് കണ്ട് ഭയന്ന് വേഗം വണ്ടി തിരിച്ചപ്പോൾ ആ ഡ്രൈവർ തിരിഞ്ഞു നോക്കിയ നോട്ടം, ലക്ഷ്യം പാളിപ്പോയതിന് പല്ലിഞ്ഞരിച്ചുകൊണ്ട് ക്രോധത്തോടെയുള്ള അയാളുടെ നോട്ടം, അതിപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. അവൻ പറഞ്ഞു. ഒരു നിമിഷം അനു എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ആരാ ഇത്രയും വലിയ ക്രൂരത ചെയ്തത്? നിറകണ്ണുകളോടെ അവൾ ചോദിച്ചു. അവനായിരിക്കും, രാജു. അവനല്ലേ എന്നോട് ബാക്കിയുള്ളത്. ഒരു മാത്രം നിർത്തി അവൻ അനുവിനെ നോക്കി. അനു, ഞാൻ നിന്നോടായതുകൊണ്ട് പറഞ്ഞതാ. ഇതൊരിക്കലും വരുണും മറ്റുള്ളവരും അറിയരുത്. വരുണറിഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കില്ല. രാജുവിനോട് എന്തായാലും പകരം ചോദിക്കാൻ പോകും. എനിക്ക് വേണ്ടി അവൻ അപകടത്തിൽ ചെന്ന് ചാടണ്ട. അതുകൊണ്ട് നീ ഈ വിവരം. അത്രയും പറഞ്ഞ് മുഖം തിരിച്ചതും അവൻ ഞെട്ടി. വാതിൽക്ക് നിൽക്കുന്നു വരുൺ, ഒപ്പം വേണിയും. അവൻ ദേഷ്യത്തോടെ അനന്തുവിൻ്റെ അരികിലേക്ക് വന്നു. അവൻ ആകെ കുഴങ്ങി. ഞാൻ ഈ കേട്ടതൊക്കെ നേരാണോ? വരുണിൻ്റെ സ്വരം കടുത്തു. വരു, അത് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ കേട്ടത് നേരാണോ എന്ന്? നിന്നെ മനഃപൂർവ്വം ആരോ വണ്ടി ഇടിപ്പിച്ചതാണോ? വരുൺ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, അനന്ത് പറഞ്ഞു. വരുൺ ദേഷ്യത്തോടെ അവനെ നോക്കി. മിണ്ടരുത് നീ. നിന്നെ ഈ അവസ്ഥയിലാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല. അതും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ നടന്നു. അനന്ത് ഭയന്നു. അവൻ പതിയെ എഴുന്നേറ്റ് അവൻ്റെ അരികിൽ ചെന്നു അവൻ്റെ കയ്യിൽ പിടിച്ചു. വരുൺ, നിൽക്കേ. വേണ്ട, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. വിടരാന്. ആക്സിഡൻറ്റിൽ മുറിവ് പറ്റിയത് നിനക്കായിരിക്കും. പക്ഷേ വേദനിച്ചിട്ടാ എനിക്കാ. ചോര പറഞ്ഞത് എൻ്റെ ഈ നെഞ്ചില. വെറുതെ വിടില്ല ഞാൻ അവനെ. അനന്തുവിൻ്റെ കൈ തട്ടി മാറ്റി അവൻ നടന്നു. വരുൺ, നിനക്ക് ഞാൻ പറയുന്നത് കേക്ക്, അനന്ത് വിളിച്ചു പറഞ്ഞു. പക്ഷെ വരുൺ നിന്നില്ല. തുടരും.